ഒരു മസാജ് തന്നെ ചെയ്യുന്നത്. പക്ഷെ മസാജ് മാത്രമല്ല, ഫുൾ മസാജ് കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ് എല്ലാം പ്രൊട്ടക്റ്റഡ് ആണ്. ചാള, മത്തി, അയില, കൊഴിയാള, ചൂര, നെയ്മീൻ പോലെ ഇങ്ങനെ സുന്ദരികളെ നിരത്തിയിരുത്തിയിട്ടുണ്ട്. പക്ഷെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഞെട്ടിപ്പോയി. കാരണം ന്യൂ ഫോട്ടോകളും അതിൻ്റെ ആക്റ്റുകളും ഒക്കെയാണ് പരസ്യമായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഈ ഷോ കാണാം, 50 രൂപ ടിക്കറ്റ്, 100 രൂപ ടിക്കറ്റ് എടുത്താൽ ഇതിനകത്ത് കയറിക്കഴിഞ്ഞാൽ ലൈവ് ഷോ കാണാം. എൻ്റെ ഷോ കാണാം. അതാണ്. അപ്പം മയിലുകളെ സൃഷ്ടിച്ചപ്പം ആൺമയിലിനാണ് ഏറ്റവും കൂടുതൽ സൗന്ദര്യം കൊടുത്തത്. ആൺമയിലാണ് പീലി വിടർത്തിയ ആട്, അല്ലേ? കോഴിയെ സൃഷ്ടിച്ചപ്പോൾ പൂവൻകോഴിക്കാണ് ഏറ്റവും കൂടുതൽ അഴക് വന്നത്. സിംഹത്തിനെ എടുത്തു കഴിഞ്ഞാൽ ആ ഉള്ള ജടയൊക്കെ ഉള്ള ഏറ്റവും കൂടുതൽ മ്യൂട്ടാക്കിയിട്ടുള്ളത് എന്ന് വെച്ചാൽ കായും മായും പായും ഒക്കെ ചേർത്ത് പച്ച തെറികൾ ഏറ്റവും കൂടുതൽ സീസൺ 5 നമ്മൾ കേട്ടിരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് രജത് കുമാർ സാറാണ്. സാർ നമസ്കാരം. സാറേന്ന് വിളിച്ച് ചേട്ടാന്ന് വിളിക്കട്ടെ, അതാണ് കൂടുതൽ പ്രിയങ്കരം. ഞാൻ ശരിക്കും പറഞ്ഞ രജിത് സാറിനെ ശ്രദ്ധിക്കുന്നത് ഒരു ജീൻസ് ആ ഒരു വിവാദത്തിന്റെ ആ ഒരു ഇതിലാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ലുക്ക് മാറി. ഇപ്പൊ വേറൊരാളെ പോലെയാ ലുക്ക്, കംപ്ലീറ്റ് ലുക്കും. അപ്പോൾ മൈൻഡും മാറിയിട്ടുണ്ടോ അതിൻ്റെ ഒപ്പം? മാറ്റം പ്രകൃതി നിയമമല്ലേ. ഗുണപരമായ മാറ്റമാണെങ്കിൽ അത് പ്രകൃതി അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ എൻ്റെ അമ്മയുടെ ആഗ്രഹപ്രകാരം രൂപം ഒക്കെ ഒന്ന് മാറ്റാന്ന് വിചാരിച്ചു. മൈൻഡ് സിറ്റുവേഷൻ അല്ലെങ്കിൽ അവസ്ഥ എന്താണ് എന്ന് നോക്കിയിട്ട് ഞാൻ ആർജിച്ചു വെച്ചിരിക്കുന്ന കുറേ ജ്ഞാനമുണ്ട്. ബൈബിളും ഖുറാനും ഗീതയും രാമായണവും ഭാഗവതവും മഹാഭാരതവും. ബേസിക് ഞാൻ ബയോളജി, മൈക്രോബയോളജി, ജെനറ്റിക്സ്, ജീൻ, ക്രോമസോം, ഈ ബയോളജിക്കൽ സയൻസ് വെച്ചാണ് ജീൻസ് എന്ന ഇറുകിയ വസ്ത്രങ്ങളെ കുറിച്ചിട്ട് പണ്ട് പറഞ്ഞിരുന്നത്. അന്ന് ആ പറഞ്ഞ സമയത്ത് പലർക്കും അത് മനസ്സിലായില്ല. നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നതിൽ വിദ്യ പലർക്കും ഇല്ല, അഭ്യാസങ്ങളാണുള്ളത്. കാരണം ഇന്ന് പഠിച്ചില്ലെങ്കിലും സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും എന്ത് തട്ടിപ്പിലും അല്ലെങ്കിൽ നന്നായിട്ട് വ്യൂ ചെയ്യുന്ന, നന്നായിട്ട് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നല്ല നല്ല ഇൻഫർമേറ്റീവ് വീഡിയോസ് ഇടുന്നവരെ കുറിച്ചല്ല പറയുന്നത്. പക്ഷേ കുറേ സൗന്ദര്യങ്ങളും കുറേ വാക്ചാതുര്യങ്ങളും ബ്യൂട്ടിയാണ് അതൊക്കെ വന്ന് കിടന്ന് നമ്മൾ മാർക്കറ്റിങ്ങിലേക്കൊക്കെ വന്ന് ഓരോ കാര്യങ്ങളും പറയുമ്പം അതിൽ തട്ടി നമ്മൾ പലപ്പോഴും സൗന്ദര്യത്തിൽ തട്ടി വീഴാറുണ്ട് കുറേ പേര്. അപ്പം അങ്ങനെ തട്ടി വീണ് ആ കള്ളത്തരങ്ങളെല്ലാം മനസ്സിലാക്കി കൊണ്ടുപോകുന്ന ആ തലം അല്ല ഞാൻ. മുമ്പ് ഞാനും ഇതുപോലെയുള്ള കളറുകളിലും സൗന്ദര്യങ്ങളിലും ഒക്കെ തട്ടി വീണിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഉയർത്തെഴുന്നേറ്റ് ഈ പറഞ്ഞ സ്ക്രിപ്റ്റേഴ്സ്, അറിയേണ്ട അറിവ് എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ ആ സാധനം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ അത് സ്റ്റേബിൾ ആയതുകൊണ്ട് ഞാനിപ്പോൾ തായ്ലൻഡിൽ പോയിരുന്നു. ഇട്ടേക്കുന്ന ഡ്രസ്സ് തായ്ലൻഡ് ടൂറിസം ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന നല്ല വരുമാനമുള്ള സ്ഥലമായിരുന്നു. സോ എന്നെ അത് സ്വാധീനിച്ചില്ല. പക്ഷെ ഞാൻ എല്ലാം കണ്ടു, പല സ്ഥലങ്ങളിലും പോയി മനസ്സിലാക്കാൻ പറ്റി. ഇപ്പം തായ്ലൻഡിലെ ടൂറിസം മാത്രമല്ല, അത് മറ്റൊരു സ്ഥലത്താണ്. അല്ലാതെ മസാജ് ചെയ്യുന്ന സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളില്ല ഒക്കെ മസാജ് സെൻറ്റേഴ്സ് വേറെ റോഡ് സൈഡിൽ ആവശ്യം പോലെ ഉണ്ട്. അപ്പം നല്ല സയൻറ്റിഫിക്കലായിട്ട് മസാജ് ചെയ്യാം, നല്ല കാര്യമാണ്. പക്ഷെ മറുസൈഡിൽ ആനകളുടെ അഭ്യാസങ്ങളുണ്ട്, കടുവകളുടെ അഭ്യാസമുണ്ട്, ഡോൾഫിൻ ഷോകളുണ്ട്. ദെൻ ജുറാസിക് പാർക്ക്, ബൊട്ടാണിക്കൽ ഗാർഡൻ. ജുറാസിക് പാർക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊരു ജുറാസിക് പാർക്ക് റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ദിവസം ഫുൾ കറങ്ങി കണ്ടാലും നമുക്ക് തീരത്തില്ല. അത്രയ്ക്ക് ആ ജുറാസിക് ഈറെ കറക്റ്റായിട്ട് റീക്രിയേറ്റ് ചെയ്ത് അവർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ആവശ്യമുള്ള ആളിന് എടുക്കാൻ പറ്റും. അവിടുത്തെ ഇപ്പോൾ എന്താ പറയാ, മൈൻഡിന്റെ ഒരു പവർ കൊണ്ടിട്ടാണോ ശരിക്കും പറഞ്ഞ പ്രലോഭനങ്ങളിലൊന്നും മൈൻഡ് പവർ തന്നെയാണ്. ഇപ്പം ചിത്ര ചോദിച്ചുകൊണ്ട് ഞാൻ പറയാണ്, ആ ട്രിപ്പിൽ പോയി. അപ്പോൾ എന്നോട് ചെല്ലു പറഞ്ഞു വാക്കിംഗ് സ്ട്രീറ്റ് ഉണ്ട്, അതിലൂടെ നടക്കാം. അപ്പോൾ എൻ്റെ കൂടെയൊക്കെ സ്ഥിരം പോകുന്ന ഒരുപാട് പേര് അതിനകത്തുണ്ടായിരുന്നു. എന്നെ അവർ കൊണ്ടുപോയത് കാണാൻ വേണ്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും അതിനോടൊപ്പം വരാൻ തയ്യാറാണ്. ഓ ചേട്ടൻ വരുമോ? ഞാൻ പറഞ്ഞു ഞാൻ വരാം, എനിക്കെന്താ കുഴപ്പം. ദെൻ വാക്കിംഗ് സ്ട്രീറ്റിലൂടെ നടന്നപ്പോഴത്തേക്ക് പലതരത്തിൽ അവിടെ വാക്കിംഗ് മാത്രമേ, പക്ഷെ എങ്ങും ഒരു പോലീസോ അല്ലെങ്കിൽ നിയമം ലംഘിക്കുന്നതോ കാണാനില്ല. സോറി. 3 ദിവസം അവിടെ കഴിഞ്ഞിട്ടും ഒരു പോലീസുകാരനെ പോലും ഞാൻ കണ്ടില്ല. കാരണം അത്രയ്ക്ക് നീറ്റ്നെസ്സാണ്. റോഡ് സൈഡ് എല്ലാം നീറ്റാണ്, തെരുവ് നീറ്റാണ്. ചായയും ചൂടുവെള്ളം കിട്ടില്ല എന്നുള്ളതുകൊണ്ട് ചാരായം നിറയെ എല്ലാ കടകളിലും ലഹരി പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ഈ മദ്യം കിട്ടും. വാക്കിംഗ് സ്ട്രീറ്റിൽ അവർ നടന്നപ്പോൾ ഞാനും കൂടെ തന്നെ നടന്നു. കാണേണ്ട കാഴ്ചകളാണ്. പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാം പല പല വേഷങ്ങളും ചെറിയ ഡ്രസ്സുകളൊക്കെ വെച്ചിട്ട് പ്രലോഭനങ്ങളാണ് വിളിക്കുക. ഫോട്ടോ അല്ലെങ്കിൽ പോസ്റ്ററുകൾ പോലെയുള്ള ഇങ്ങനെ കൊണ്ടുവന്ന് കാണിക്കും. 50 രൂപ ടിക്കറ്റ്, 100 രൂപ ടിക്കറ്റ് എടുത്താൽ ഇതിനകത്ത് കയറിക്കഴിഞ്ഞാൽ ലൈവ് ഷോ കാണാം. എൻ്റെ ഷോ കാണാം. അതാണ് സംഭവം. മനസ്സിലായില്ലേ? നമ്മളിപ്പോൾ യൂട്യൂബിലും അല്ലെങ്കിൽ അശ്ലീല വീഡിയോകൾ നമ്മൾ ബ്ലൂ ഫിലിം പോലെയുള്ളത് പോയിരുന്ന് നമ്മൾ രഹസ്യമായിട്ട് നോക്കൂലേ? ഇവിടെ അങ്ങനത്തെ സംഭവം ലൈവ് നമുക്ക് നേരിട്ട് കാണാം. അങ്ങനെ നിറയെ ഏകദേശം
ഒരു നല്ല കിലോമീറ്റർ നീളത്തിൽ വാക്കിംഗ് സ്ട്രീറ്റിൽ രണ്ട് വശത്ത് പാട്ട്, ഘോഷയാത്ര, കൂടി എന്ത് വേണോ നമ്മളവിടെ കയറിയിട്ട് നമ്മൾ സ്മോളൊക്കെ അടിക്കും. അപ്പോൾ നമ്മുടെ അടുത്ത് വന്ന് പ്രലോഭനത്തിന് വേണ്ടി ചില സുന്ദരികൾ വരും, അടുത്ത് വന്നിരിക്കും, അവർ ചിലതൊക്കെ ഓഫർ ചെയ്യും. അങ്ങനെയൊന്നും ഞാൻ കയറിയില്ല. ഞാൻ പുറത്ത് നിന്നതെല്ലാം കണ്ടു, കാര്യങ്ങൾ മനസ്സിലാക്കി. കുറേ എനിക്ക് പേടിയായി സത്യം പറഞ്ഞാൽ. ഇവരിങ്ങോട്ട് വന്ന് മുട്ടുമ്പോൾ നമുക്ക് ഭാഷയും അറിയില്ല, അവരുടെ ലാംഗ്വേജിൽ സംസാരിക്കൂ. നമ്മൾ ഈ ഇംഗ്ലീഷൊക്കെ നുള്ളിപ്പറക്കിയെടുത്ത് പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ട് വളരെ ഭയഭക്തി ബഹുമാനത്തോടെ ഞാനിങ്ങനെ സ്ട്രീറ്റിലൂടെ നടന്നു കാണാൻ വേണ്ടി. അപ്പോൾ കുറേ ആൾക്കാർ തന്നെ, സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ഇവിടെ കയറും, ഇതുണ്ട്. അപ്പോൾ ഞാൻ ചില കൈയിരിക്കുന്ന ബോർഡ് ഞാൻ വിചാരിച്ചു ഈ നമ്മൾ ആയുർവേദ മരുന്നുകളുണ്ടാവുമല്ലോ, കൊണ്ടുവന്ന് കാണിക്കും. അപ്പം പലതരം മരുന്നുകളുടെ ഡപ്പയുടെ പടം, ഒറ്റമൂലികൾ പോലെയുള്ള പടമായിരിക്കുന്നു. പക്ഷെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഞെട്ടിപ്പോയി. കാരണം ന്യൂ ഫോട്ടോകളും അതിൻ്റെ ആക്റ്റുകളും ഒക്കെയാണ് പരസ്യമായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഈ ഷോ കാണാം, ഈ ഷോ കാണാം, ഈ ഷോ ഒരു ഷോസിനെ അവരിങ്ങനെ കാണിച്ചു തരും, ഇത് കാണാം, ഈ ഷോ ഇതാണ് കാണുന്നത്, ഈ ഷോയാണ് അതിനകത്ത് കാണുന്നത്. അപ്പോൾ ഇത്ര സമയം, അരമണിക്കൂർ 1 മണിക്കൂറുള്ള ഒരു ഷോ 100 രൂപ അല്ലെങ്കിൽ 50 രൂപ എന്ന് പറയുന്നത്. നമുക്ക് ഇവിടുത്തെ രൂപയല്ല, ബാത്ത് എന്ന് പറയുന്നത് ഒരു എമൗണ്ടാണ്, 2.5 ഇരട്ടിയാണ്. അപ്പോൾ അവിടുത്തെ 100 ബാത്ത് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ 250 രൂപ. 250 രൂപ 1 മണിക്കൂർ കയറി ഇരുന്ന് ലൈവായിട്ട് ഷോകളൊക്കെ കണ്ടിട്ട് ഇറങ്ങാൻ പറ്റും. അപ്പോൾ വേറെ ചില സുഹൃത്തുക്കൾ വരുന്നവർ പറഞ്ഞു ചിലപ്പോൾ അവരിങ്ങനെ നമ്മളെ അതിലേക്ക് പ്രലോഭിപ്പിക്കും, കയറുന്നോ നോക്കുന്നോ. ഞാൻ പറഞ്ഞു എനിക്ക് ആ ഷോ കാണാൻ കയറാൻ താല്പര്യമില്ല, പുറത്ത് നിൽക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എൻ്റെ മൈൻഡ് പവറിനെ പരിശോധിക്കാൻ വേണ്ടി തന്നെയാണ്. കാരണം എത്രത്തോളം പ്രലോഭനം വീഴും, എത്രത്തോളം വീഴാതിരിക്കാം എന്നുള്ള ഒരാഗ്രഹം. അപ്പോൾ കാണുന്നത് കൊണ്ട് തെറ്റുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആ കാണുന്നതിൽ നിന്നും മനസ്സിനെ, കണ്ണിനെ തിരിച്ചു വലിക്കാനുള്ളൊരു പവർ നമ്മുടെ കുട്ടികൾക്ക് പാരൻസ് കൊടുക്കണം. ഇപ്പോൾ ഈ നിങ്ങളുടെ ഈ വീഡിയോ ആയിക്കോട്ടെ, ഒരുപാട് പേര് എന്നോട് പറയണ്ട ചേട്ടാ നിങ്ങളെ ഞങ്ങൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങളുടെ ഇൻ്റർവ്യൂകൾ കാണുമ്പോൾ ഞങ്ങൾ പ്രത്യേക അറ്റൻഷൻ കൊടുക്കും. കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ ടോക്കിൻ്റെ ഇടയിൽ എന്തെങ്കിലും നമുക്ക് ഫാമിലിക്ക് ആവശ്യമുള്ള വാല്യൂ പോയിന്റുകൾ, ഇൻഫർമേഷൻസ് കിട്ടുമെന്ന് ഞങ്ങൾക്കറിയാം. കാരണം ഇപ്പം ഞാൻ ഈ കൗൺസിലിംഗ് ഷോകൾ നടത്തുന്നില്ല, കൗൺസിലിംഗ് ഷോ ഇല്ലെന്ന്. എൻ്റെ തൊണ്ട പോയി, ശബ്ദം പോയി, അതുപോലെ അതിന് പറ്റിയൊരു പ്രകൃതി അല്ലെങ്കിൽ സിറ്റുവേഷൻ അല്ല നമ്മുടെ നാട്ടിൽ. അതുകൊണ്ട് ആ ഷോ നിർത്തി. പിന്നെ ഉദ്ഘാടനത്തിനോ ചീഫ് ഗസ്റ്റായിട്ട് വിളിക്കുമ്പോൾ 1 മണിക്കൂർ 1 മണിക്കൂർ പ്രസംഗിക്കുന്നുള്ളൂ. ഇത് കഴിഞ്ഞതിന് ശേഷം എന്നെ അതാണ് എനിക്ക് ഏറ്റവും വേദന ഉണ്ടാക്കിയ ഒരു സംഭവം കൂടെ അതിനകത്തുണ്ട്. കാരണം ഈ ടൂറിസത്തിൻ്റെ ഭാഗം തന്നെ മസാജ് വലിയ രീതിയിൽ മസാജ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. വലിയ രീതിയിൽ എന്ന് പറഞ്ഞാൽ വലിയ 5 സ്റ്റാർ ഹോട്ടലുകളിലാണ്. ആ ഹോട്ടലുകളിലേക്ക് ചെന്ന് കയറുമ്പോഴത്തേക്ക് നമുക്ക് ചാള, മത്തി, അയില, കൊഴിയാള, ചൂര, നെയ്മീൻ പോലെ ഇങ്ങനെ സുന്ദരികളെ നിരത്തി ഇരുത്തിയിട്ടുണ്ട്. നമ്മൾ ചന്തയിൽ മാർക്കറ്റിൽ മീൻ വാങ്ങിക്കാൻ പോകുമ്പം തട്ടിൽ നിരത്തി ഇരുത്തിയിരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിക്കാം. നെത്തോലി അല്ലെങ്കിൽ കൊഴുവ എന്ന് പറഞ്ഞാൽ അത് മതി, കണവ വാങ്ങിക്കാം, ചാള വാങ്ങിക്കാം, ചൂര വാങ്ങിക്കാം, കുറച്ചുകൂടെ പൈസ ഉണ്ടെങ്കിൽ നെയ്മീൻ വാങ്ങിക്കാം, അല്ലേ, ഇങ്ങനെയുള്ള അല്ലെങ്കിൽ കരിമീൻ വാങ്ങിക്കാം എന്ന് പറയുന്ന പോലെ 5 സ്റ്റാർ ഹോട്ടലുകളിൽ പല ലോബികളിൽ പല രീതിയിൽ കളർഫുള്ളായിട്ട് ഇവിടെയുള്ള പലർക്കും അറിയാം. ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ലോകരാജ്യങ്ങളിൽ നിന്ന് പലയിടത്തുനിന്നും അവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ ധാരാളം പേര് വരുന്നുണ്ട്, സിഖുകാരുണ്ട്, പല ഹിന്ദി പറയുന്നവരുണ്ട്, പലർക്കും അറിയാം. അങ്ങോട്ടും ഇങ്ങോട്ടും കേരളത്തിൽ നിന്നൊക്കെ ഉണ്ട്. വളരെ എൻജോയ് ചെയ്യാൻ പോകുന്ന നല്ലൊരു കാര്യമാണ്, അതൊന്നും ഞാൻ കുറ്റം പറയത്തില്ല. കാരണം അതിന് കാരണങ്ങളുണ്ട്, അത് പറ്റിയാൽ ഞാൻ പറയാം. അപ്പോൾ ഈ ലോബിയിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ ഒരെണ്ണെ കുറ്റം പറയുന്ന ഒരു ഇതുണ്ടെങ്കിൽ അവിടെ ഒരു റെഡ് കളറിലെ സോഫയിൽ കുറേ സുന്ദരികളെ പല ലെയറായിട്ട് ഇവിടെ ചെസ്റ്റ് നമ്പർ കൊടുത്ത് ഇങ്ങനെ ഇരുത്തിയിരിക്കും. 122, 146, 135, 137 ഇങ്ങനെ റെഡ് കളറിൽ. ഇവർക്ക് 2200 ബാത്താണ്. അപ്പോൾ എൻ്റെ കൂടെ കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ ചെല്ലുന്നവർക്കും പുറത്ത് ഇരുന്നിട്ട് നമുക്കിങ്ങനെ ഇവരെ കംപ്ലീറ്റ് ഇങ്ങനെ കണ്ട് നോക്കാം. അപ്പോൾ എന്നിട്ട് ഉടനെ തന്നെ അതിൻ്റെ മാനേജർമാർ, ആൾക്കാരെന്ന് പറയുന്നത് ടിക്കറ്റ് ഒരു ബ്രോഷറുമായിട്ട് വരും. അപ്പോൾ ഈ കളറിൻ്റെ എമൗണ്ടും ഡീറ്റെയിൽസും അവർ മസാജ് തന്നെ ചെയ്യുന്നത്. പക്ഷേ മസാജ് മാത്രമല്ല, ഫുൾ മസാജ് കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ് എല്ലാം പ്രൊട്ടക്റ്റഡ് ആണ്. പ്രൊട്ടക്ഷൻ അല്ലാതെ മറ്റ് രോഗം ഒന്നുമില്ല. എല്ലാം നല്ല രീതിയിൽ തന്നെയാണ്, ഹൈജീനിക്കായിട്ട് തന്നെ ചെയ്യുന്ന സംഭവമാണ്. പക്ഷേ 2200 ആണെങ്കിൽ റെഡ് സോഫ കമ്പറ്റിലിരിക്കുന്ന ആൾക്കാരിൽ നിന്ന് എടുക്കാം. അത് കഴിഞ്ഞ് ഇപ്പുറത്ത് ബ്ലാക്ക് സോഫയായിരുന്നു, അത് കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് ഗ്രീനിൻ്റെതായിരുന്നു, അത് കഴിഞ്ഞ് യെല്ലോ, പിന്നെ വൈറ്റ്, ബ്ലൂ, ഇങ്ങനെ ഓരോ കളറിൽ. അപ്പോൾ ഈ ഓരോ കളർ മാറി വരുന്നതിനനുസരിച്ച് 2200 ബാത്ത്, 2700, 3200, 3500, 4000 ഈ ബാത്തുകളാണ്. എന്ന് വെച്ചാൽ ഇവിടുത്തെ 5000, 6000, 7000, 10000 ഇങ്ങനെ പോകുന്ന കാഴ്ച. അപ്പോൾ എൻ്റെ കൂടെ വന്ന ചില ചേട്ടന്മാർ പറഞ്ഞു
ഡോക്ടർ എന്തായാലും ഇവിടെ ഇരുന്നത് കണ്ടുകൊണ്ടിരിക്കും. ഞങ്ങൾ ഒരു 1.5-2 മണിക്കൂർ ഒന്ന് മസാജ് ചെയ്തിട്ട് വരാം. ഓക്കെ, പോയിട്ട് വളരെ സന്തോഷം. അവർ പോയിട്ട് വരുന്ന 2 മണിക്കൂർ ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ കൗൺസിലിംഗ് ചെയ്തിരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരു ആക്ടർ, ആർട്ടിസ്റ്റ്, അതുപോലെ അധ്യാപകൻ, സാമൂഹ്യ പ്രവർത്തകൻ, ഇതെല്ലാം വെച്ചുകൊണ്ട് ഞാനിങ്ങനെ ഓരോ നോക്കുമ്പോൾ ഈ പലരും വന്നിട്ട് ഇങ്ങനെ പറയും 236 അല്ലെങ്കിൽ 147. ഉടനെ അവിടെ ഇരുന്നോട് വിളിച്ച് പറയും 147 എണീച്ച് വരും, കയ്യിലിങ്ങനെ പിടിച്ച് നമുക്ക് കയറി അങ്ങകത്തേക്ക് പോകാം. പക്ഷേ ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ അതിൻ്റെ അടുത്ത് പലതുകൊണ്ടും വിളിക്കപ്പെടാതെ എത്രയോ പേര് വന്ന് വിളിച്ചുകൊണ്ട് പോകുന്ന സൗന്ദര്യം ഉള്ളവരിൽ കുറച്ച് സൗന്ദര്യം കുറഞ്ഞ് മെലിഞ്ഞ ശരീരം അത്രയും ആകർഷകമല്ലാതെ ഇരിക്കുന്ന കുറേ പേരിരിപ്പുണ്ട്. അവർക്ക് ഈ വിളി വരുന്നതേ ഇല്ലാതെ വരുമ്പോൾ ഞാൻ മനസ്സാ വിചാരിക്കുന്നൊരു കാര്യം, അവരുടെ മാനസികാവസ്ഥയൊന്ന് ആലോചിച്ച് വയ്ക്കുക. അവരും ഒരു കുടുംബം പുലർത്താനും ജീവിക്കാനും ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നവരാണ്. അവരുടെ തൊഴിലാണ്. ആ തൊഴിലിനെ നമ്മൾ അംഗീകരിക്കണം, ബഹുമാനിക്കണം, റെസ്പെക്റ്റ് ചെയ്യണമെന്ന് പറയുന്ന ആൾ തന്നെയാണ്. ഇപ്പം റെഡ് സ്ട്രീറ്റിൽ അവരൊരു ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടുകൂടി അല്ലെങ്കിൽ അത്രയും ഡോക്ടേഴ്സ് എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് അവർ ആ തൊഴിൽ നടത്തുന്നുവെങ്കിൽ അവരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. ആ തൊഴിൽ അത് നമ്മൾ കുറ്റം പറയല്ല വേണ്ടത്. അവരുടെ ഒരു വഴിയാണ്. മനസ്സിലായോ? ഞാൻ എപ്പോഴും ചാനലുകൾ എതിർത്തിട്ടുള്ളതെന്ന് പറയുന്നത് പ്രലോഭനങ്ങൾ കൊടുത്ത് പെൺകുട്ടികളെ, ആൺകുട്ടികളെ അല്ലെങ്കിൽ ഇങ്ങനെ വളച്ചു കൊണ്ടുപോയിട്ട് അതിനെ കെട്ടിക്കൊള്ളാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് പറഞ്ഞിട്ടുള്ളവർക്കെതിരെയും അല്ലെങ്കിൽ പാരൻസിനെ പറ്റിച്ച് കറങ്ങുന്നവരെയും എതിരെയാണ് ഞാൻ പണ്ട് ചാനലിൽ പറഞ്ഞിട്ടുള്ളത്. ഈ ഇപ്പൊ സാർ നേരത്തെ പറഞ്ഞ ഒരു ചേട്ടൻ, അപ്പൊ ആ ഒരു ഇതിൽ വെച്ച് ഞാൻ ചോദിക്കുകയാണ്, ഈ സ്ത്രീകളെ വെറും ഒരു ആയിട്ട് മാത്രം കാണുന്ന ആ ഒരു രീതിയോട് അവിടെ പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെയും എന്താ പറയാ, എല്ലാരും എന്ന് ഞാൻ പറയുന്നില്ല, ഒരുമാതിരിപ്പെട്ട ആളുകളൊക്കെ അങ്ങനെ തന്നെയാണ് കാണുന്നതെന്ന് വേണമെങ്കിൽ പറയും. ഇപ്പൊ നമ്മൾ ഈ ഉദ്ഘാടനത്തിനൊക്കെ ചെല്ലുമ്പോൾ സ്ത്രീകളായിരിക്കും കുറച്ചുകൂടി എന്താ പറയുക, അതൊരു ഭോഗവസ്തുവായിട്ട് കണ്ടു എന്നല്ല ഞാൻ പറയുന്നത്, അവരെ കുറച്ചുകൂടി അട്രാക്ഷന് വേണ്ടിയിട്ട് ഈ എന്താ പറയാ താലമൊക്കെ കൊടുത്ത് നിർത്തുന്ന ഒരു ഏർപ്പാടും കാര്യങ്ങളും ഒക്കെ. അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് നേരത്തെ മുതലേ തോന്നി തുടങ്ങിയാരോ അത് അങ്ങനെയൊക്കെ നിർത്തേണ്ട കാര്യമുണ്ടോ എന്നുള്ളത്. അല്ല, അതെന്ന് പറയുന്നത് അതിൽ കുറ്റം പറയാൻ പറ്റത്തില്ല. ദൈവം സൃഷ്ടിച്ചപ്പോൾ ഇപ്പം മയിലുകളെ സൃഷ്ടിച്ചപ്പം ആൺമയിലിനാണ് ഏറ്റവും കൂടുതൽ സൗന്ദര്യം കൊടുത്തത്. ആൺമയിലാണ് പീലി വിടർത്തി ആടുന്നത്, അല്ലേ? കോഴിയെ സൃഷ്ടിച്ചപ്പോൾ പൂവൻകോഴിക്കാണ് ഏറ്റവും കൂടുതൽ അഴക് വന്നത്. സിംഹത്തിനെ എടുത്തു കഴിഞ്ഞാൽ ആ ഉള്ള ജടയൊക്കെയുള്ള. അപ്പം അവിടെയെല്ലാം പുരുഷ അല്ലെങ്കിൽ ആൺ മൃഗങ്ങൾക്ക്, പക്ഷികൾക്ക് ബ്യൂട്ടി കൊടുത്തപ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ഭംഗി കൊടുത്തത് സ്ത്രീകൾക്കാണ്. മനസ്സിലായി? ഞാൻ ഉൾപ്പെടുന്ന പുരുഷന്മാർ കോന്തന്മാരെ പോലെയുള്ള വളരെ കുറച്ച് നമുക്ക് സൗന്ദര്യമുള്ളൂ. പുരുഷനേക്കാൾ സ്ത്രീയാണ് ഏറ്റവും കൂടുതൽ സൗന്ദര്യം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ മോഹിനിയാട്ടം, മോഹിനി വേഷം കെട്ടുന്ന, ഇടയ്ക്ക് കോൺട്രവേഴ്സിയൊക്കെ ആയിരുന്നു. അത് മോഹിനി വേഷം എന്ന് വെച്ചാൽ മഹാവിഷ്ണു മോഹിനി രൂപം ധരിച്ച് അസുരന്മാർ അമൃത് തട്ടിക്കൊണ്ടുപോയപ്പം അതിൽ നിന്ന് മോഹിനി രൂപത്തിൽ പോയി അവരിൽ നിന്ന് ഇത് കരസ്ഥമായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു പാഠമാണ്. കാരണം അസുരന്മാരാകുന്ന ബുദ്ധിയില്ലാത്ത അല്ലെങ്കിൽ വിവരം കെട്ടവർ ഈ ഒരു മോഹിനിയുടെ സൗന്ദര്യത്തിൻ്റെ ഇത് വീണിട്ട് ഒരിക്കലും മരണം ഉണ്ടാകാത്ത അമൃത കുംഭം അല്ലെങ്കിൽ അമൃത് പോലും തൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് പറയുന്നൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ അവിടെ സംബന്ധിച്ച് സ്ത്രീകളെ മുമ്പ് നിർത്തുന്ന അല്ലെങ്കിൽ ഈ പരിപാടി നിർത്തുന്ന സൗന്ദര്യവും അവരുടെ കഴിവും, നല്ല കഴിവാണ്. ഒരു നല്ല മിടുക്കിയായ ഒരു പെൺകുട്ടിയായ ഒരു സ്ത്രീയാണ് ഇപ്പം എൻ്റെ ഭാര്യ എങ്കിൽ ഞാൻ പിന്നെ വലിയ കാര്യങ്ങളും ചെയ്യണം, ഒന്ന് ബാക്കിൽ നിന്ന് കൊടുത്താൽ മതി. അവൾ എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് എല്ലാം ബെസ്റ്റായിട്ട് ചെയ്തോളും, അല്ലേ? ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് നമുക്ക് അറിഞ്ഞൂടെ? അപ്പം മുൻപിൽ തന്നെ നിൽക്കണം, പുറകിലിരിക്കാൻ ഞാൻ പറയത്തില്ല. പക്ഷെ അവിടെ ഓരോരുത്തരുടെയും താല്പര്യത്തിനാണ് അവർ വന്നിരിക്കുന്നത്. ആരും നിർബന്ധിച്ച് വലിച്ചല്ലല്ലോ കൊണ്ടുവരുന്നത്, അല്ലേ? അപ്പം അവരുടെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ അതൊരു തൊഴിലാണ് എന്ന് കണ്ടെത്തി ആ തൊഴിൽ മേന്മയോടുകൂടി നന്നായി ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ ഞാനവിടെ കണ്ടത്, എനിക്ക് തോന്നിയ ഫീല്, ആരും സെലക്ട് ചെയ്യാതെ പലപ്പോഴും പോകുന്നവരുടെ മാനസികാവസ്ഥയിൽ തന്നെ ആർക്കും വേണ്ടല്ലോ, തന്നെ ആരും സെലക്ട് ചെയ്യുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു ദുഃഖം. ആ ഒരു ഇമോഷൻ ഒരുപക്ഷെ വേദം പഠിച്ചതുകൊണ്ടുള്ള കരുണയും ആർദ്രതയും നന്മയൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ഫീൽ എനിക്ക് തോന്നി എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും 2 മണിക്കൂർ കഴിഞ്ഞ് എൻ്റെ കൂടെ വന്ന പല്ലും കുളിച്ച് കുട്ടപ്പന്മാരായി വന്നു, എന്നെയും കയ്യിൽ പിടിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി ഗുഡ് ബൈ പറഞ്ഞിറങ്ങി. ഞാൻ വീണ്ടും അതുകൊണ്ട് ഞാൻ ഇതിനെല്ലാം എതിരാണ്, വെറുപ്പാണ്, അങ്ങനെ ഒന്നുമില്ല. ചിലപ്പോൾ ഇനി ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും പോവേണ്ടി വന്നാൽ പോയി എന്ന് വരാം. ഇതൊക്കെ മനുഷ്യ സഹജമായിട്ടുള്ള പ്രശ്നമാണ്. പക്ഷെ ഒരു കാര്യം നേരത്തെ ചിത്ര ചോദിച്ച കണക്ക് മൈൻഡ് എത്ര കൺട്രോളുണ്ട് എന്ന് ഓരോ മനുഷ്യനും പഠിക്കുന്നത് നല്ലതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുപാട് അബദ്ധങ്ങളിൽ വീഴാതെ ഇന്ദ്രിയങ്ങൾ നിയന്ത്രിക്കുക. അതാണ് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. എപ്പോഴും നമ്മളെ നാശത്തിലേക്ക് നയിക്കുന്നതെന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങൾ ആണ്, വിജയത്തിലേക്ക് നയിക്കുന്നതും ഇന്ദ്രിയങ്ങളാണ്.
അപ്പം ആ തിരിച്ചറിവ് എന്ന് പറയുന്ന ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന തിരിച്ചറിവ് എപ്പോഴും ആ ഒരു ഡിസ്ക്രിമിനേഷൻ, നല്ലതേത് ചീത്ത ഏത് എന്ന് ബുദ്ധിയും ഇന്ദ്രിയങ്ങളും ഉപയോഗിച്ച് കറക്റ്റായിട്ട് കണ്ടെത്തിയിട്ട് ഞാനിതിനെ മറുസൈഡ് ചിന്തിച്ചു. അതുകൂടെ അങ്ങ് പറഞ്ഞേക്കട്ടെ. ഇവിടെ ഞാൻ ആ 2 മണിക്കൂർ ഞാൻ അവിടെ ഇരുന്നപ്പോൾ കണക്കൂട്ടി വരണമുണ്ട്. ഉച്ചയ്ക്ക് 12 മണി തൊട്ട് രാത്രി 11-12 മണി വരെയാണ് ഈ തായ്ലൻഡിൽ അല്ലെങ്കിൽ ഈ ഹോട്ടലിൽ ഈ പറയുന്ന മസാജും പരിപാടികളും എല്ലാം ഹൈഫൈയുടെ പറഞ്ഞേക്കുന്നത്. ആവറേജ് നല്ല നേരത്തെ പറഞ്ഞ പോലെ തിരക്കുള്ള ഒരു വ്യക്തി, ഒരു സ്ത്രീ ആവറേജ് കുറഞ്ഞത് 5 മസാജെങ്കിലും സ്വാഭാവികമായിട്ട് 5 പേർക്കെങ്കിലും മസാജ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഒരു ദിവസം. എന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് 12 തൊട്ട് രാത്രി 12 വരെ വരികയാണെങ്കിൽ വരുന്നില്ലേ, 12 മണിക്കൂർ വരുന്നില്ലേ? ഒരു 1.5 മണിക്കൂർ വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 7.5 മണിക്കൂറല്ലേ വരുന്നുള്ളൂ, ബാക്കിയും കിടക്കുകയല്ലേ. പോയിട്ട് അടുത്ത് വരുമ്പം ഇത് നല്ല എക്സ്പേർട്ടാണ് അല്ലെങ്കിൽ മിടുക്കിയാണ് അട്രാക്റ്റീവാണ് ആൾക്കാർ വയ്ക്കുകയാണെങ്കിൽ ആവറേജ് 5. അപ്പോൾ 2500 ബാത്ത് കിട്ടിയാൽ 1000 ഈ കുട്ടിക്കാണെങ്കിൽ, ഈ വ്യക്തിക്കാണെങ്കിൽ 5000 ബാത്ത് എന്ന് പറയുമ്പം ഇവിടുത്തെ ഒരു 12,500 രൂപ ഇയാൾക്ക് ഒരു ഡേയിൽ കിട്ടുകയാണ്. അപ്പോൾ ഞാനെന്ന ഒരു സാമൂഹ്യ പ്രവർത്തനം ഇത് കണക്കൂട്ടിയത് ഇത്രയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം 5 പേര്, അപ്പോൾ 10 ദിവസമായപ്പോൾ 50 പേര്, അപ്പോൾ 100 ദിവസമായപ്പോൾ 500 പേര്, അപ്പോൾ ഒരു വർഷമായപ്പോൾ 365 കളയാം 1500 പേര്. ഈ 1500 പേരുടെ കൂടെ ഓടി അല്ലെങ്കിൽ ഇത്രയും മസാജ് ചെയ്തിട്ട് വരുന്ന ഈ സഹോദരി എത്ര പെട്ടെന്ന് രോഗിയാകും എന്നുള്ള വേദന എനിക്കുണ്ടായപ്പോൾ ഞാൻ മറ്റേ ആരും സെലക്ട് ചെയ്യുക അത്ര പെട്ടെന്ന് ഡിമാൻഡില്ലാതെ അവിടെ ഇരുന്ന സഹോദരിയോർത്ത് എനിക്ക് അഭിമാനം തോന്നി. കാരണം അവർക്ക് അസുഖം അല്ലെങ്കിൽ ക്ഷീണം, രോഗം വളരെ പതുക്കെ വരൂ. അവർക്ക് അത്രത്തോളം കാലം ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റും അല്ലേ. അപ്പം അധികം ഓടുന്ന വണ്ടി അത് BMW ആയാലും മെഴ്സീഡസ് ബെൻസ് ആയാലും മാരുതി ആയാലും ഏത് തന്നെ ആയാലും അധികം ഓടുന്നതിന് തേയ്മാനങ്ങളും ഡാമേജുകളും രോഗങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കണ്ടപ്പോൾ അതിനകത്തു നിന്നും പലരും അത്ര പെട്ടെന്ന് സെലക്ട് ചെയ്യാത്ത ആ സഹോദരിക്ക് നന്ദിയും പറഞ്ഞുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞ് മറ്റതിൻ്റെ കണക്കുകൂട്ടലിലാണ് ഞാൻ അതൊന്നും കാണാൻ പോവാതെ പുറത്തേക്ക് വന്നത്. മനസ്സിലായില്ലേ കാര്യം? അപ്പോൾ ഞാൻ പുറത്തേക്ക് വന്നപ്പോൾ നല്ലൊരു ട്രിപ്പാണ്. തീർച്ചയായിട്ടും ഇതൊക്കെ കാണുന്നതും അറിയുന്നതും നല്ലതാണ്, യാതൊരു സംശയമില്ല. അത് നമുക്ക് എവിടെയും പോയിട്ട് നമുക്ക് ഏതിൻ്റെയും മധ്യത്തിരിക്കാം. അപ്പോൾ താമര ഇല പോലെയാണ്. താമര നിൽക്കുന്നത് എവിടെയാണ്? ചെളിയിലാണ്. പക്ഷെ ചെളി വെള്ളം, ഒരു തുള്ളി വെള്ളം പോലും ആ താമര ഇലയോ തൊടുന്നില്ല. അതുപോലെ നിൽക്കാനുള്ള കഴിവ് എല്ലാത്തിലും ഉണ്ടാകണം. എന്നാൽ ഒന്നും നമ്മളെ സ്പർശിക്കാത്ത രീതിയിൽ നിൽക്കാൻ പറ്റുമെങ്കിൽ അത് വിജയത്തിന്റെ അടിസ്ഥാന രഹസ്യമാണ്. ഈ ഇങ്ങനത്തെ ഒരു മൈൻഡ് പവർ ഒക്കെ ശരിക്കും പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്നു, കുറച്ചുകൂടി കൂട്ടാനായിട്ട് ബിഗ് ബോസ് സഹായിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും 18 വർഷം കൊണ്ടുള്ള എൻ്റെ പരിശ്രമം കൊണ്ടാണ് എത്രത്തോളം എത്തിയിരിക്കുന്നത്. അതിന് മുമ്പ് ഞാനും കുഴികളിൽ വീണിട്ടുണ്ട്, ഒരുപാട് കുഴികളിൽ വീണിട്ടുണ്ട്, ഒരുപാട് ചെളി. കാരണം കോളേജിൽ പഠിച്ചും നമ്മളും പോയി വീഴുമല്ലോ പ്രണയത്തിൽ. ഞാൻ നേരത്തെ പറഞ്ഞ കളർ കണ്ടിട്ടാണല്ലോ പലപ്പോഴും ചെന്ന് വീഴുക. ഈ സുന്ദരികൾക്കും, ഞാൻ സുന്ദരികൾക്കെതിരല്ല, സുന്ദരന്മാർക്കും കള്ളത്തരത്തെ സത്യമാക്കി പറയാനുള്ളൊരു പ്രത്യേക കഴിവുണ്ട്. മനസ്സിലായോ? ഇപ്പൊ സുന്ദരിയായ ഒരു പെൺകുട്ടി ഒരു കള്ളത്തരം സത്യത്തിന്റെ രൂപത്തിൽ ഒരു പ്രത്യേക രീതിയിൽ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ, മനസ്സിലായോ? ബിഗ് ബോസ് എന്ന ടൈറ്റിൽ പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ഞാൻ അത് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സൗന്ദര്യം നിറഞ്ഞു നിൽക്കുമ്പോൾ അവർ കള്ളം പറഞ്ഞാലും കാഴ്ചക്കാരിൽ പലർക്കും ഈ ജ്ഞാനം എന്ന് പറയുന്ന ഒരു ഡിവൈൻ നോളജ് ഇല്ലെങ്കിൽ അത് സത്യമാണ് ആ കുട്ടി പറഞ്ഞത് അല്ലെങ്കിൽ ആ പയ്യൻ പറഞ്ഞത്. കാരണം അവൻ സുന്ദരനും സുന്ദരിയാണ്. എന്നാൽ ഒരു കറുത്ത പയ്യൻ അല്ലെങ്കിൽ സൗന്ദര്യം കുറഞ്ഞൊരു പെൺകുട്ടി, സൗന്ദര്യം കുറഞ്ഞ ആൺകുട്ടി നമ്മുടെ അടുത്ത് സത്യസന്ധമായിട്ടാണ് കാര്യം പറയുന്നത് പോലും നമ്മുടെ ഉള്ളിൽ ചിലരുടെ, എല്ലാവരുടെ അല്ല, ചിലരുടെ ഉള്ളിൽ ചിലരെ കുറിച്ച് ഇവ ഉഡായിപ്പല്ലേ, ഇവ കള്ളമല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ശരിയല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ ഞാൻ പറയുന്ന സപ്പോർട്ട്? അതാണ് ഈ ടെക്നിക്കുകൾ നമ്മുടെ ചുറ്റുവട്ടത്തും ഉണ്ട്. അത് ബിഗ് ബോസിൻ്റെ ഷോകളിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് 18 വർഷം കൊണ്ട് ഞാൻ ഖുറാനും ഗീതയും ബൈബിളും ആധ്യാത്മികതയും അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തനവും അങ്ങനെ നമ്മൾ ഈ തീയിലിട്ട് ശുദ്ധീകരിച്ചെടുക്കണമെന്ന് പറയും. ബൈബിൾ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മാനസാന്തരപ്പെടുത്തിയെടുക്കണമെന്ന് പറയും. വിശുദ്ധ ബൈബിൾ മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിൽ യേശുദേവൻ പറഞ്ഞാണ് മാറ്റിയെടുക്കുക. നീ ഒരു മാനസാന്തരപ്പെട്ടു. മുമ്പെന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് സെൽഫിഷ് ആയിരുന്നു, കാരണം ആർക്കും ഒന്നും കൊടുക്കാനൊന്നുമില്ല. ഒരമ്മ വളർത്തിയ അമ്മ ചെറുതിലേ കഷ്ടപ്പെട്ടാണ് എന്നെ വളർത്തിയത്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു സീസൺ 1 ഉണ്ടാവില്ല, സീസൺ 2 ആദ്യമായി ലോകത്തിന് അമ്മയും മകനും തമ്മിലുള്ള ഏറ്റവും വലിയ ബന്ധവും സ്നേഹവും അവതരിപ്പിക്കപ്പെട്ടത്. അതും എൻ്റെ ലൈഫിനെ കുറിച്ച് പറയാൻ ബിഗ് ബോസിൽ എനിക്ക് അവസരം തന്നില്ല. എല്ലാവർക്കും സ്റ്റോറി പറയാൻ അവസരം കൊടുത്തു എൻ്റെ സീസണിൽ, മിക്കവർക്കും. പക്ഷേ എനിക്ക് സ്റ്റോറി പറയാൻ അവസരം തന്നില്ല.
പിന്നെ ഒരു എപ്പിസോഡിൽ ഒരു ദിവസം ഒരു ലോട്ട് ഇട്ടിട്ട് ഇനി എങ്ങോട്ട് പോകാനാണ് ആഗ്രഹം എന്ന് ചോദിക്കുന്ന സമയത്താണ് എനിക്ക് ആ കിട്ടിയപ്പോഴാണ് ഞാൻ ലോട്ട് തുറന്നിട്ട് എൻ്റെ അമ്മ എന്നെ വിട്ടു പോയി 2019. ബിഗ് ബോസ് ഒന്നും അമ്മ കണ്ടിട്ടില്ല. ആ അമ്മ പോയ സ്ഥലത്തേക്ക് എനിക്ക് പോകാനാണ് ഇഷ്ടം. കാരണം ഒന്നുമില്ലായ്മയിൽ നിന്ന് എൻ്റെ അമ്മ എനിക്ക് നല്ല സംസ്കാരം തന്ന് എന്നെ ഇല്ലായ്മയിൽ നിന്ന് വളർത്തി ഇവിടം വരെ കൊണ്ടെത്തിച്ചപ്പോൾ ഇനി എനിക്ക് എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകാനുള്ള ആഗ്രഹം എന്നുള്ള രീതിയിലാണ് അമ്മയുടെ അവസാന നാളുകൾ ഞാൻ പറഞ്ഞതും അമ്മയ്ക്ക് വേണ്ടിയുള്ള ലൈഫും. അമ്മയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ഞാൻ സ്ത്രീകളെ ഏറെ കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുന്നു, ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, സ്നേഹിക്കുന്നു. അപ്പോൾ ആ അമ്മയും ഞാനും തമ്മിലുള്ള ആ ഇമോഷണൽ ബന്ധം പിന്നെ വരുന്ന സീസണുകളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായോ? ആ സീസണിൽ വേറെ ആരും അമ്മയായിട്ടുള്ളൊരു ഇമോഷണൽ ബോണ്ടേജ് വലുതായിട്ട് കാണിച്ചില്ല. അവരെല്ലാം അവരവരുടെ ലൈഫിനെ കുറിച്ചാണ് പറഞ്ഞത്. ഓർമ്മയുണ്ടല്ലോ, വീണയുടെ ലൈഫിനെ കുറിച്ചാണ് പറഞ്ഞത്. ഓരോരുത്തരും ആര്യയുടെ ലൈഫിനെ കുറിച്ചാണ് പറഞ്ഞത്. ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. സീസൺ 2-ൽ ഞാനായിരുന്നു, അല്ലെങ്കിൽ എനിക്കാണ് ദൈവം അമ്മയും മകനുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ലോകം ഏറ്റെടുത്തതാണ്. ഒരുപാട് പേര്, കോടിക്കണക്കിന് ആൾക്കാർക്ക് ആ ഒരു ഇതുണ്ടായി. അത് ഇന്നും ഞാൻ പള്ളിയിൽ പോയാലും അമ്പലത്തിൽ പോയാലും സമൂഹത്തിൽ പോയാലും മാർക്കറ്റിൽ പോയാലും അവിടെ 5 പേരിൽ അല്ലെങ്കിൽ 10 പേരിൽ ഒരാൾ ഓടി വന്ന് ആ സ്നേഹത്തോടെ തന്നെ, കാരണം അവരുടെ കുടുംബത്തിലൊരു മെമ്പറിനെ പോലെ തന്നെ എനിക്ക് ജീവിക്കാൻ പറ്റുന്നത് അതിനകത്തുള്ള സംഭവമാണ്. പക്ഷേ സീസൺ 2 കഴിഞ്ഞതിന് ശേഷം അത് മിക്കവാറുമുള്ള എല്ലാ സീസണുകളിലും ഇമോഷണൽ ഡ്രാമകളാക്കി. ഇമോഷണൽ ആയിട്ട് കുറേ പേരെ പറ്റിക്കുന്നത് എന്ന് വെച്ചാൽ അമ്മയും അച്ഛനെയും കളഞ്ഞിട്ട് പോയവർ വരും, ഉമ്മയും വാപ്പയും കളഞ്ഞിട്ട് പോയ ആൾക്കാർ വരെ, അവരെ അനാവശ്യം പറഞ്ഞവർ വരെ. എൻ്റെ വാപ്പ എന്ത് പറഞ്ഞാലും എനിക്ക്, എൻ്റെ ഉമ്മയും വാപ്പയും പറഞ്ഞാൽ എനിക്ക് പുല്ലാണെന്ന് പറയുന്ന രീതി, അല്ലെങ്കിൽ അവരെന്ന് പറഞ്ഞാൽ ഞാൻ കേൾക്കത്തില്ല, എന്ന് പറഞ്ഞാൽ ഞാൻ മൈൻഡ് പോലും ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് പാരൻസിനെ നികൃഷ്ടമായി തള്ളിക്കളഞ്ഞിട്ട് തോന്നിയ പോലെ പോയവർ പോലും വന്ന് നിന്ന് വോട്ട് ബാങ്കിന് വേണ്ടി ഇമോഷണലായി ഉമ്മയെയും അമ്മയും വാപ്പയൊക്കെ പൊക്കി പറയുന്ന കാണുമ്പോൾ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ പിന്നെ ആശ്വാസം സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെയൊക്കെ യൂട്യൂബിൻ്റെ താഴെ കമൻറ്റുകൾ വരുന്നതാണ്. ഓ, അവളുടെ ഒരു അമ്മയെ പറച്ചില്ല, അവൻ്റെ ഒരു അമ്മയെ പറച്ചില്ല, ഇതൊക്കെ ഉടായിപ്പാന്ന് നമുക്ക് അറിഞ്ഞുകൂടെയെന്ന് കേൾക്കുമ്പോഴാണ് എനിക്കൊരു സമാധാനമാണ്. കാരണം ഈ സത്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കുന്നല്ലോ എന്ന് വെച്ചാൽ, കാരണം ഇനി ജനങ്ങളെ പറ്റിക്കാൻ പറ്റത്തില്ല. ഈ അഭിനയിച്ച് നിൽക്കുന്ന, ഇപ്പൊ പറഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത്, അഭിനയിച്ച് നിൽക്കുന്ന ആളുകളെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ഇപ്പോഴത്തെ ബിഗ് ബോസിലാണെങ്കിലും ഇപ്പൊ കുറച്ച് 2-3 സീസൺ മുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിലും അഭിനയം കുറച്ചുകൂടി കൂടി ഇപ്പൊ ഈ പറഞ്ഞ പോട്ട് ഡ്രാമകൾ കുറെ കൂടി വരുന്നുണ്ട്. അപ്പോ അതിനെങ്ങനെ സാർ നോക്കിക്കാണുന്നേ? ചേട്ടൻ കുഴപ്പമില്ല. സാറെന്ന് പറയുമ്പോഴേ എനിക്കെന്തോ ഗമ പോലെ വരും. ഞാൻ എപ്പോഴും എളിമയിൽ നിന്ന് എളിമയിലേക്ക് പോകാനായിട്ട്, കാരണം ഏറ്റവും അതെന്ന് വെച്ചാൽ യേശുദേവൻ പഠിപ്പിച്ച, അല്ലെങ്കിൽ വേദഗ്രന്ഥം പഠിപ്പിച്ചതാണ്, നീ എത്രത്തോളം വളരുമ്പോഴും നീ എളിമയോടുകൂടി താഴേക്ക് വരണം. അങ്ങനെ വരുമ്പോഴാണ് ദൈവാനുഗ്രഹം കിട്ടുക. അല്ലാതെ നമുക്കിപ്പോൾ മനുഷ്യരുടെ സ്നേഹം വേണം വേണ്ട എന്നല്ല പറയാം, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയുള്ള എളിമ അല്ലല്ലേ, അത് വേണ്ട, അത് വിട്ടു. കാരണം എനിക്കിപ്പോൾ നാളെ ആണ് കിട്ടുന്നത്. ഞാനിപ്പോൾ ആർട്ടിസ്റ്റാണ്, എനിക്കൊരു ഞാനിപ്പോൾ ഒരു ഫിലിമിൽ ചെയ്തു, അതിലേക്ക് വരാം. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഞാൻ സാറാണ്, ഞാൻ IAS ആണ്, അല്ലെങ്കിൽ ഞാൻ വലിയ ഉദ്യോഗസ്ഥനാണ്, എനിക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞൊരു ഈ ഈഗോ വന്ന് കയറും. ആ ഈഗോയുടെ ആവശ്യം നമുക്കില്ല. ഒരു നല്ല ആർട്ടിസ്റ്റ്, നല്ലൊരു കലാകാരൻ എന്ത് റോള് തന്നാലും ചെയ്യാൻ തയ്യാറായിരിക്കണം വിശ്വസിക്കുന്ന ആളാണ്. അത് തന്നെയാണ് ഞാനും ഷോയിലൊക്കെ കാണിച്ചിട്ടുള്ളത്. അപ്പം ഈ അഭിനയിച്ച് നിൽക്കുന്നവർ, അതല്ലേ ചോദിച്ചത്, അഭിനയിച്ച് എന്ന് വെച്ചാൽ സീസൺ 2 ലോകത്ത് വൈറലായി. എനിക്ക് തോന്നുന്നു അന്ന് എയർപോർട്ടിൽ കൊറോണ സമയമായിട്ടും 10,000 വന്നു, ആയിരക്കണക്കിന് ക്യാമറകളും കുട്ടികളുമായിട്ട് മണിക്കൂറുകളോളം കാത്തിരുന്നു. അത്രയും വൈറലായി. അത് ദൈവം വൈറലാക്കിയ, സർവേശ്വരൻ വൈറലാക്കിയ, നന്മയുള്ള മനസ്സുള്ള ജനങ്ങൾ ഏറ്റെടുത്ത് ആ ഒരു സീസൺ 2 പോലെ ഇനിയൊരു സീസൺ വരില്ല എന്നൊക്കെ കുറേ പേര് എന്നോട് പറയാറുണ്ട്. പക്ഷേ എൻ്റെ ആഗ്രഹം അങ്ങനെയല്ല, അതിനേക്കാൾ വലിയ സീസൺ വരണം, അതിനേക്കാൾ ഗംഭീരമുള്ള സീസൺ വരണം. എനിക്ക് ശേഷം പ്രളയമൊന്നല്ല നമ്മൾ വിചാരിക്കേണ്ടത്, അതിനേക്കാൾ വലുത് വരണം. പക്ഷേ ആ സീസൺ കഴിഞ്ഞ് 3-ാമത്തെ സീസൺ തൊട്ട് ഇതിനകത്ത് മാർക്കറ്റിങ്ങുകൾ പലരും അറിഞ്ഞു, മനസ്സിലാക്കി തുടങ്ങി. മനസ്സിലായി? 3-ാമത്തെ സീസൺ തൊട്ട് ഇതിൻ്റെ പുറകിൽ PR വർക്കുകൾക്കുള്ള സാധ്യതകളും പണം ഉണ്ടാക്കാനുള്ള ഒരു ടൂളുമാണെന്ന്. കാരണം സീസൺ 2-ൽ PR വർക്ക് ആർക്കും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. എനിക്കാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ 3 പേരെങ്ങാണ്ടാണ് ഉണ്ടായിരുന്നാണ് ഞാൻ പോയത്. മനസ്സിലായോ? അപ്പോൾ എന്നെ സംബന്ധിച്ച് ആരുമില്ല. ഞാൻ എൻ്റെ വീട്ടിൽ ഇരിക്കുന്ന ചേച്ചിയുടെ അടുത്താണ് പറഞ്ഞിട്ട്, നാട്ടിൽ പലർക്കും അറിയാം, ചേച്ചി എനിക്ക് വേണ്ടി ഡെയിലി പ്രാർത്ഥിക്കുക, എനിക്ക് കിട്ടണമെന്ന് 1000 രൂപ വെച്ച് ഡെയിലി തരാമെന്ന്. എന്നുവെച്ചാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ദിവസം 1000 രൂപ വെച്ച് ഞാൻ കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞു. ആ വാക്ക് 70 ദിവസം നിന്നിട്ട് ഇറങ്ങിയപ്പോൾ ചേച്ചിക്ക് ഞാൻ 70,000 രൂപ കൊടുക്കുകയും ചെയ്തു. 3 ഘട്ടമായിട്ട് കൊടുക്കേണ്ടി വരും. അഭിനയം പിന്നെ വന്നപ്പോൾ ഇമോഷണൽ ഡ്രാമകൾ
അഭിനയത്തിലൂടെ കൊണ്ടുവരുമ്പം കുറേ പിടിക്കാൻ പറ്റുമെന്നുള്ളത് 4ാമത്തെ സീസണിലൂടെ കുറേ കിട്ടി. അത് കഴിഞ്ഞ് 5ഉം 6ഉം ആയപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു 4ാമത്തെ സീസൺ വരെ ഒരുവിധം നല്ല രീതിയിൽ തന്നെയാണ് പോയത്. സീസൺ 5ഉം 6ലേക്കും വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതെന്ന് പറയുന്നത് ഒരു അളിഞ്ഞു തുടങ്ങി പിന്നെ ചീഞ്ഞു തുടങ്ങി എന്ന് പറയുന്ന രീതിയിൽ ആണ് നമ്മൾ നോക്കുന്നത്. സീസൺ 5ൽ ഒരു ഏകദേശം 50 എപ്പിസോഡ് വരെയും ഒരുതരം ലാഗിൽ ഇഴഞ്ഞാണ് പോയിക്കൊണ്ടിരുന്നതായിട്ട് ഫീൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈ കുട്ടികളും പാരൻസും ഫാമിലിയൊക്കെ വന്നില്ലേ, ഫാമിലിയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് കുറേ കൂടെ ഒന്ന് സട കുറഞ്ഞിറങ്ങി. അതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് പൊട്ടിത്തെറുപ്പുണ്ടായിരുന്നു. പക്ഷേ സീസൺ 5ൽ ഒരു കാര്യം പ്രത്യേകം എടുത്ത് പറയണം, ഏറ്റവും കൂടുതൽ മ്യൂട്ടാക്കിയിട്ടുള്ളത് എന്ന് വെച്ചാൽ കായും മായും പായും ഒക്കെ ചേർത്ത് പച്ച തെറികൾ ഏറ്റവും കൂടുതൽ സീസൺ 5ലാണ് നമ്മൾ കേട്ടിരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. സീസൺ 4ൽ കുറച്ചുണ്ടായിരുന്നു, പക്ഷെ സീസൺ 5ൽ കുറച്ചുകൂടി കൂടി. സീസൺ 4ലും 5ലും കായും മായും വന്നു. പലപ്പോഴും ലാലേട്ടൻ വാൺ ചെയ്തിരുന്നു, മ്യൂട്ട് ചെയ്ത് ഇങ്ങനെ കാണിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. പക്ഷെ സീസൺ 6ൽ വന്നിട്ട് കായും മായും പായും പറയുന്നതിൻ്റെ അളവ് കുറവാണ് എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ കലപില ബഹളങ്ങൾ മാത്രമായിരുന്നു. എന്നുവെച്ചാൽ എവിടുന്നോ കോച്ചിങ്ങും ട്രെയിനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് എവിടെയും കയറി സ്ഥാപിച്ചുകൊള്ളണം, അല്ലെങ്കിൽ എവിടെയും കയറി തൻ്റെ സ്ഥാനം ഉറപ്പിച്ചുകൊള്ളണം. കണ്ടന്റ് മേക്കിംഗ് എന്ന് പറഞ്ഞ് ശബ്ദം ഉയർത്തിക്കൊള്ളണം സ്ഥാനത്തും അസ്ഥാനത്തും. അങ്ങനെ വന്നപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഉള്ള കുറേ എല്ലാവരും നല്ല മത്സരാർത്ഥികളാണ്, എല്ലാവരും ജനിക്കുന്നത് നല്ലവരായിട്ടാണ്, യാതൊരു സംശയമില്ല. പക്ഷെ വളർന്ന് കയറി വരുമ്പോൾ വീട്ടിൽ കൊടുക്കുന്ന സംസ്കാരം എന്ന് പറയുന്ന ഒന്നുണ്ട്, അത് കിട്ടാത്ത സ്ഥലങ്ങളും ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പം ഈ സംസ്കാരത്തിൽ നിന്നുകൊണ്ട് മാറി കുറേ പുതിയ കൂട്ടുകെട്ടുകളും വേണ്ടാത്ത ചിന്താഗതികളും വന്നു കഴിയുമ്പം കുറേ പേരെന്ത് ചെയ്യും, വേറെ ലോകത്തേക്ക് മാറും. ഇവർക്ക് അഭിനയങ്ങൾ വരും. മനസ്സിലായി? ഇപ്പം എനിക്ക് ഈ സീസൺ ഞാൻ നോക്കിയാൽ എല്ലാ സീസണിലും ആർട്ടിസ്റ്റുകൾ ഉള്ളതുപോലെ തന്നെ ഇതിനകത്തും ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ ആദ്യം കുറ്റം പറഞ്ഞ ആർട്ടിസ്റ്റിൻ്റെ പേര് ഞാനങ്ങ് പറയാം, അൻസിബ ഹസൻ. ഞാൻ ആദ്യ സമയങ്ങളിൽ ചോദിച്ചു, ഈ അൻസിബയ്ക്ക് കട്ടിലിൽ നിന്നൊന്ന് താഴെ ഇറങ്ങിക്കൂടെ എന്ന് ചോദിച്ചു. പക്ഷെ അതിന് ഞാൻ ഈ അവസരത്തിൽ അൻസിബയോട് സോറി പറയുന്നു. കാരണം അൻസിബ ഒരു സെക്കൻഡ് എങ്ങും അഭിനയിച്ചിട്ടില്ല. ക്വാളിറ്റിയുള്ള സംസ്കാര സമ്പന്നമായിട്ടുള്ള നല്ല കുടുംബ മാഹാത്മ്യവും അതുപോലെ തന്നെ തൻ്റെ ഈ ഒരു ഷോയ്ക്ക് വേണ്ടി കള്ളത്തരങ്ങൾ പറഞ്ഞു ഫേക്ക് ഡ്രാമകൾ കളിച്ചും വോട്ട് പിടിക്കാനോ ആൾക്കാരെ മയക്കിയെടുക്കാനോ ഒന്നും ആര് ശ്രമിച്ചില്ല, അൻസിബ ശ്രമിച്ചില്ല. അൻസിബ അതിൻ്റെതായ ഡീസൻസിയോടെ സ്റ്റാൻഡേർഡായിട്ട് കാര്യങ്ങൾ പറയാനുള്ളതും ഇത് കഴിഞ്ഞ് പുറത്തൊരു ജീവിതം ഉണ്ടെന്നും മനസ്സിലാക്കിയിട്ട് ഏറ്റവും ഗംഭീരമായിട്ട് അൻസിബ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഇനി രണ്ടാമത്, അർജുൻ ഓടി ബഹളം വെക്കുന്ന കണക്കുള്ള സ്പീഡിൽ ഇത്രയും വണ്ണമുള്ള അൻസിബയ്ക്ക് അത്രയും ഫാസ്റ്റായിട്ട് ഓടാൻ പറ്റില്ല. പക്ഷേ അൻസിബ ഉണ്ടാക്കുന്ന കുക്കിങ്ങിൻ്റെ കഴിവോ അല്ലെങ്കിൽ പറയുന്ന ഡയലോഗിൻ്റെ ഷാർപ്പ്നെസ്സോ പോലെ അർജുനന് പറയാനും പറ്റത്തില്ല. എല്ലാവരും വ്യത്യസ്തര് തന്നെയാണ്. പക്ഷേ ആർട്ടിസ്റ്റുകൾ അല്ലാതെ വന്ന കുറേ മത്സരാർത്ഥികൾ അതിനകത്തുണ്ടായിരുന്നു. അവരാണ് യഥാർത്ഥത്തിൽ നമ്പർ 1 അഭിനേതാക്കളായിട്ട് എനിക്ക് തോന്നിയത്.